ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖൊറാം ഷഹർ 4 മിസൈൽ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ട്. 2017 ഇറാൻ ഇത്തരം മിസൈലുകൾ അവതരിപ്പിച്ചത്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള കൂറ്റൻ മിസൈലാണ് ഖൊറാം ഷഹർ 4. വാർഹെഡ് വഹിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇറാനിയൻ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. നാശത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സബ്മോണിഷനുകൾ അടങ്ങിയ വാർഹെഡാണ് പ്രധാന സവിശേഷത. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിലെ ഏറ്റവും ഭാരമേറിയ മിസൈലാണ് ഖൊറാം ഷഹർ 4. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ കനത്ത പോരാട്ടത്തിനു വേദിയായ ഇറാൻ നഗരത്തിന്റെ പേരാണ് മിസൈലിന് നൽകിയിരിക്കുന്നത്. ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നു. 7-ാം നൂറ്റാണ്ടിൽ പിടിച്ചടക്കിയ സൗദി അറേബ്യയിലുള്ള ഒരു ജൂത കോട്ടയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US ബോംബർ ജെറ്റുകൾ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ ഏറ്റവും ഭാരം കൂടിയ പേലോഡ് വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ ഉപയോഗിച്ചത്. US നടപടിക്ക് ശേഷം ഇറാൻ കുറഞ്ഞത് 40 മിസൈലുകളെങ്കിലും വിക്ഷേപിച്ചുവെന്നാണ് റിപ്പോർട്ട്. മിസൈലിന് 1-ലധികം വാർഹെഡുകൾ വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ പറയുന്നു. ഇറാനിയൻ ആക്രമണങ്ങളുടെ ബാധിത പ്രദേശങ്ങളിൽ വടക്കൻ ടെലവീവിലെ ഒരു സിവിലിയൻ പ്രദേശവും ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒരു ഷോപ്പിംഗ് സെന്റർ, ഒരു ബാങ്ക്, ഒരു സലൂൺ എന്നിവ ആക്രമണത്തിൽ തകർന്നു. ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യയിലേക്ക് പോയി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്നുമാണ് റിപ്പോർട്ട്. ഇറാന്റെ സുഹൃത്താണ് റഷ്യ. ഞങ്ങൾ എപ്പോഴും പരസ്പരം കൂടിയാലോചനകൾ നടത്താറുണ്ട്. ഗൗരവമേറിയ ചർച്ചകൾക്കായാണ് റഷ്യയിലേക്ക് പോകുന്നതെന്നും അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. ഇസ്താംബുളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ ഒട്ടേറെ രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുനകൾ നൽകാൻ തയ്യാറാണെന്ന് റഷ്യൻ മുൻ പ്രസിഡന്റും റഷ്യൻ സുരക്ഷാ കൌൺസിൽ ചെയർമാനും കൂടിയായ ദിമിത്രി മെദ്വദേവ് പറഞ്ഞു. ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക പുതിയൊരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. സമാധാന പാലകനായി എത്തിയ ട്രംപ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ ലഭിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെന്ന് ദിമിത്രി മെദ്വദേവ് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ല. ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടരും. ഭാവിയിൽ അത് ആണവായുധങ്ങളുടെ ഉൽപാദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുനകൾ നേരിട്ട് നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അത് ഏതൊക്കെ രാജ്യങ്ങളെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല. അതേസമയം ആണവ മേഖലയിലെ തങ്ങളുടെ അറിവ് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ വക്താവ് ബെഹ്റൂസ് കമാൽ വൻഡിയുടേതാണ് ഈ പ്രതികരണം. അവർ അറിഞ്ഞിരിക്കട്ടെ, ഈ വ്യവസായത്തിന് നമ്മുടെ രാജ്യത്ത് വേരുകളുണ്ട്. ഇതിന്റെ വേരുകൾ നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. തീർച്ചയായും ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആണവ വ്യവസായത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇതാദ്യമല്ല. ബെഹ്റൂസ് കമാൽ വൻഡിയെ ഉദ്ധരിച്ച തസ്നിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.